വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഓർമ്മിക്കുക. പങ്കുവയ്ക്കുന്ന ഓർമ്മയുടെ അനുഭവം പകർന്നതാണ് ക്രിസ്തുവിന്റെ സെഹിയോൻ ഊട്ടുശാല. യേശു പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അത് എക്കാലത്തേക്കുമുള്ള ഓർമ്മയുടെ അനുഭവമായി. ഓർമ്മയുടെ അനുഭവമായി തീരേണ്ട തീന്മേശകളിൽ സ്നേഹം വറ്റിവരണ്ടപ്പോൾ ഹൃദയങ്ങൾ തമ്മിലകുന്നു. ഓർമ്മകൾ നിലനിർത്തുന്ന ഭക്ഷണമേശകളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ അവിടെ ഹൃദയങ്ങൾ തമ്മിൽ അകന്നിരുന്നാൽ സ്നേഹം പങ്കുവെക്കുന്ന ഓർമ്മകൾ ഉണ്ടാവുകയില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, കുടുംബ ബന്ധങ്ങളുടെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് ഭക്ഷണമേശ. ബന്ധങ്ങളിലുണ്ടാകുന്ന മുറിവുകൾ നമുക്ക് ഭക്ഷണമേശയിൽ കാണുവാൻ കഴിയും. മറ്റാരും അറിയാതെ ഒരംഗം സ്വയം അനുഭവിക്കുന്ന വ്യതകൾ പോലും തീന്മേശയിൽ മാനസിക തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. എല്ലാവരും ചേർന്ന് പരിഹാരത്തിനത് വഴിയൊരുക്കുന്നു. കുടുംബത്തിലെ കൂട്ടായ്മയുടെ പ്രയോജനമാണിത്. ജോലിത്തിരക്കും നവമാധ്യമങ്ങളുടെ അതിപ്രസരവും മൂലം ഒരുമിച്ചിരുന്ന് അന്നം ഭക്ഷിക്കുവാൻ സമയമില്ലാത്തവർ നാട്ടിൽ പെരുകുന്നത് മൂലമാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്നത്. മലയാളികളുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പലർക്കും ലോകമെന്ന് പറഞ്ഞാൽ 2 സ്ഥലമാണ്. 1 അവർ താമസിക്കുന്ന സ്ഥലം, 2 അവരുടെ ടെലിവിഷൻ സെറ്റ്. കുടുംബ ബന്ധങ്ങളുടെ നിയന്ത്രണ രേഖകൾ തെറ്റുന്നതുകൊണ്ടല്ലേ അന്നം കണ്ടെത്താൻ വഴിയരികിലുള്ള തട്ടുകട സംസ്കാരത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. ആയതുകൊണ്ട് ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ആശ്രയിക്കാതെ ബന്ധങ്ങൾ മുറിയാതെ വളർത്തുവാനും വളരുവാനുമുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മാധുര്യമേറും ഈശോ തൻ ഹൃദയം, ശാന്തമാം തിരുഹൃദയം. മാധുര്യമേറും ഈശോ തൻ ഹൃദയം, ശാന്തമാം തിരുഹൃദയം. എളിമതൻ തിരുസ്വരൂപം, പാവനമാം തിരുഹൃദയം. കാരുണ്യത്തിൻ ഹൃദയം, ക്ഷമയുള്ള തിരുഹൃദയം. മാധുര്യമേറും ഈശോ തൻ ഹൃദയം, ശാന്തമാം തിരുഹൃദയം. കുടുംബങ്ങളിൽ വാണിടുന്ന സ്നേഹത്തിൻ നിറകുടമേ,
നിറയുന്ന മനസ്സുകളിൽ ആശ്വാസമാം തിരുഹൃദയം. വേദന നിറയുന്ന മനസ്സുകളിൽ ആശ്വാസമാം തിരുഹൃദയം. മാധുര്യമേറും ഈശോ തൻ ഹൃദയം, ശാന്തമാം തിരുഹൃദയം. ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ജീവന്റെ ഉറവിടമേ, ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ജീവന്റെ ഉറവിടമേ, മാനവർക്കെന്നും രക്ഷകനാം ആശ്രയമാം ഹൃദയം. മാനവർക്കെന്നും രക്ഷകനാം ആശ്രയമാം ഹൃദയം. മാധുര്യമേറും ഈശോ തൻ ഹൃദയം, ശാന്തമാം തിരുഹൃദയം. മാധുര്യമേറും ഈശോ തൻ ഹൃദയം, ശാന്തമാം തിരുഹൃദയം. എളിമതൻ തിരുസ്വരൂപം, പാവനമാം തിരുഹൃദയം. കാരുണ്യത്തിൻ ഹൃദയം, ക്ഷമയുള്ള തിരുഹൃദയം. മാധുര്യമേറും ഈശോ തൻ ഹൃദയം, ശാന്തമാം തിരുഹൃദയം.